വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. തഹ്മോൻ ആണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം വീഡിയോ സീരീസിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. കാർഡിയോ വാസ്കുലാർ എന്നാണ്. അപ്പോൾ കാർഡിയോ നമ്മൾ പറഞ്ഞു, 2 വീഡിയോയിൽ പറഞ്ഞു. ദെൻ വാസ്കുലാർ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളെ കുറിച്ച് നമ്മൾക്ക് പറയണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൃദയത്തിലെ രക്തക്കുഴലുകളെല്ലാം കണ്ടു കഴിഞ്ഞു. കൊറോണറി ബ്ലഡ് വെസൽസ് കണ്ടു. പക്ഷേ അപ്പോൾ ബ്ലഡ് വെസൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അടുത്ത വീഡിയോ ബ്ലഡ് വെസൽസ്, സത്യത്തിൽ ബ്ലഡ് വെസൽസ് ആണ് ആദ്യം പറയേണ്ടിയിരുന്നത്. സോ രക്തക്കുഴലുകളാണ്. രക്തക്കുഴലുകൾ എന്ന് പറയുമ്പോൾ കുഴലുകൾ തന്നെ ഉണ്ട്. സോ ദീസ് ആർ ഹോളോ ട്യൂബ്സ് ആണ്. ഹോളോ ട്യൂബ്സ് ഒരു നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിക്കുക അല്ലേ. നെറ്റ്വർക്ക് ഓഫ് ഹോളോ ട്യൂബ്സ് ആണ്. എന്തിനു വേണ്ടിയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ബ്ലഡ്, ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ബ്ലഡ്. ശരീരം മുഴുവൻ ബ്ലഡ് കൊണ്ടുപോകാനായിട്ടുള്ള നെറ്റ്വർക്ക്. സോ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോളോ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ബ്ലഡ് ത്രൂ ഔട്ട് അവർ ബോഡി. അപ്പോൾ 3 കാര്യങ്ങളും അതിനകത്ത് വന്നു കഴിഞ്ഞു. നമുക്ക് 2 തരം ബ്ലഡ് വെസൽ സിസ്റ്റം ആണുള്ളത്. വൺ ഈസ് ആർട്ടീരിയൽ ബ്ലഡ് വെസൽ സിസ്റ്റം. രണ്ടാമത്തത് വീനസ് ബ്ലഡ് വെസൽ സിസ്റ്റം. ഇനി ഇത് രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന കാപ്പിലറീസ് ഉണ്ട്. കാപ്പിലറി സാധാരണ ആർട്ടറീസിൽ തന്നെ അങ്ങ് പെടുത്തുകയാണ് സാധാരണ ചെയ്യുക. നമുക്ക് ഇതിനെ രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്യാം. ഈ ആർട്ടറീസിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുക ധമനികൾ എന്നാണ്. ധമനികൾ. ഓക്കെ, ബ്ലഡ് പ്രഷറൊക്കെ ധമനികളിലാണുള്ളത്. വെയിൻസിനെ നമ്മൾ വിളിക്കുക സിരകൾ എന്നാണ്. സിരകൾ. ആൻഡ് കാപ്പിലറീസിനെ നമ്മൾ വിളിക്കുക ലോമികകൾ എന്നാണ്. ലോമികകൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം, മലയാളികളാണല്ലോ നമ്മൾ പക്ഷേ ആർട്ടറി വെയിൻസ് എന്നായിരിക്കും കേട്ടോ നമ്മൾ പറയുന്നതിന് നിമിത്തം. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ആർട്ടറീസിനെ കുറിച്ചിട്ട്, ആർട്ടീരിയൽ സിസ്റ്റത്തെ കുറിച്ചിട്ട്. ഇത് ഹൃദയത്തിൽ നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ബ്ലഡ് കൊണ്ടുപോവുകയാണ്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക്. സോ ടേക്ക് ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ആർട്ടീരിയൽ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ വീനസ് സിസ്റ്റം ബ്ലഡിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹൃദയം ഇതാണെങ്കിൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വീനസ് സിസ്റ്റം ടുവേർഡ്സ് ദ ഹാർട്ട്. സോ ടുവേർഡ്സ് ദ ഹാർട്ട് എന്നുള്ളത് ഇത് ടേക്ക് എവേ ഫ്രം ദ ഹാർട്ട്. ശരീരത്തിൻ്റെ വിഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരിക എന്നതാണ് ഇവിടെ. രണ്ടും യൂണി ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് മാത്രമേ പോകുള്ളൂ, ഇത് ഇങ്ങോട്ടേക്ക് മാത്രമേ പോകുള്ളൂ. സോ യൂണി ഡയറക്ഷണൽ, രണ്ടിനും ബാധകമാണ്. യൂണി ഡയറക്ഷണൽ. ഇനി രണ്ടാമത്തെ വ്യത്യാസം, ആർട്ടറീസിലേക്ക് രക്തം പമ്പ് ചെയ്യപ്പെടുകയാണ്. ഹൃദയം രക്തത്തെ ആർട്ടറീസിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്യുകയാണ്. സോ പ്രഷറിലാണ് വരിക. ഇവിടെ നിന്ന് നല്ല മർദ്ദത്തിലാണ് രക്തം സഞ്ചരിക്കുന്നത്. സോ ആർട്ടറിയിൽ നല്ല മർദ്ദം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇതിലോ വീനസ് സിസ്റ്റത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പമ്പുകളൊന്നുമില്ല. നോ പമ്പ്. പമ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് പമ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രഷർ കുറവായിരിക്കും. മാത്രമല്ല ഈ രക്തക്കുഴലുകൾ സഞ്ചരിക്കുന്ന ആ വഴികളിലുള്ള മസിലുകൾ അവ കൺട്രാക്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഡയഫ്രം, നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധമുണ്ട്, അത് ചുരുങ്ങുക, വികസിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് ആണ് ഈ ഫ്ലോയ്ക്ക് കാരണം. മാത്രമല്ല ഈ വെയിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെയിൻസിനകത്ത് ദർ ആർ സർട്ടൻ വാൽവ്സ് ഉണ്ട്. യൂണി ഡയറക്ഷണൽ വാൽവാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇത് അടഞ്ഞു പോകും. എല്ലാ വെയിൻസിലൊന്നും വാൽവില്ല. ഇപ്പോൾ ഉദാഹരണം സുപ്പീരിയർ വീന കാവയിലില്ല, ഇൻഫീരിയർ വീന കാവ അങ്ങനെയല്ല. ബാക്കി ചില വെയിൻസിലൊന്നുമില്ല. പക്ഷേ ഇവിടെ ആർട്ടീരിയൽ സിസ്റ്റത്തിൽ നോ വാൽവ്, അങ്ങനെ ഒരു വാൽവിൻ്റെ പ്രശ്നം ഇല്ല. ഓക്കെ, ഇതാണ് അടുത്ത വ്യത്യാസം. ഇനി ഇവിടെ മൂന്നാമത്തെ വ്യത്യാസം, തേർഡ് ഡിഫറൻസ് എന്ന് പറയാനായിട്ട്, ഉയർന്ന പ്രഷർ, സമ്മർദ്ദം താങ്ങേണ്ടി വരുന്നത് മൂലം ഈ ആർട്ടീരിയൽ സിസ്റ്റത്തിലെ രക്തക്കുഴലുകൾക്ക് വണ്ണം കൂടുതലാണ്. ആ രക്തക്കുഴലുകളുടെ വണ്ണം ഭയങ്കര കൂടുതലാണ്. ദേ ആർ തിക്കർ ആൻഡ് ബലം കൂടുതലാണ് കമ്പയർഡ് ടു ദർ കൗണ്ടർ പാർട്ട്. വെയിനിലാണെങ്കിൽ അത്രയും ഇതില്ല, പ്രഷർ താങ്ങേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിക്കല്ല, ദേ ആർ തിൻ. ഇത് തിന്നാണ്, ഇത് തിക്ക് ആണ്. ഇനി നാലാമത്തെ വ്യത്യാസം, ആർട്ടറിയുടെ ലൂമൻ, അകത്തുള്ള ലൂമൻ, അതിൻ്റെ ഉൾവട്ടം കുറവാണ്. ഉൾവട്ടം കുറയുന്നത്. ആൻഡ് ലൂമൻസ് ആർ പേറ്റന്റ് എന്നാണ് അതിന് പറയുക. പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വതവേയുള്ള അതിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് അങ്ങനെ തന്നെ അതേപോലെ ഇരിക്കും. പക്ഷേ വീനസ് സിസ്റ്റത്തിൽ നാലാമത്തെ വ്യത്യാസമാണ്, ബ്ലഡ് വെസൽസിലെ ലൂമൻ കമ്പാരിറ്റീവ്ലി വലുതാണ്. മാത്രമല്ല അതിങ്ങനെ കൊളാപ്സ്ഡ് ആണ്. കൊളാപ്സ്ഡ് നമുക്ക് മലയാളം എന്താ പറയുക, ചളുങ്ങിയിരിക്കുന്നു, പ്ലിങ്ങിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് കൃത്യം മലയാളം അറിയാം. സോ ഇതാണ് നാലാമത്തെ വ്യത്യാസം. ഇനി അഞ്ചാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്, 5th പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ആർട്ടീരിയൽ സിസ്റ്റത്തിൽ വലിയ രക്തക്കുഴലുകളെ നമ്മൾ ആർട്ടറീസ് എന്നാണ് വിളിക്കുക. സോ ആർട്ടറീസ് ആർ ബിഗ്.
അതിലെ ചെറുതിനെ നമ്മൾ ആർട്ടീരിയോൾസ് എന്ന് വിളിക്കും. ആർട്ടീരിയോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ, ചെറിയ രക്തക്കുഴലുകൾ. വീനസ് സിസ്റ്റത്തിൽ നമ്മൾ വെയിൻസ് എന്നാണ് വിളിക്കുക. വെയിൻസ് ആർ ബിഗ് വൺസ് ആൻഡ് വെന്യൂൾസ് ആണ് ചെറുത് വെന്യൂൾസ് ആണ്. ആൻഡ് ഇവിടെ ആർട്ടറീസിൽ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോട്ടയാണ് ഏറ്റവും വലുത്. ഇവിടെ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീന കാവേസ് ആണ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ, ഇൻഫീരിയർ എന്ന് ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ. വീന കാവാസ് ആണ് ഇതിവിടെ ഏറ്റവും വലുത്. ഇനി ഇവ തമ്മിൽ ബന്ധിപ്പിക്കുക, ഈ ആർട്ടറിയെയും ആർട്ടീരിയൽ സിസ്റ്റത്തെയും വീനസ് സിസ്റ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ കാപ്പിലറീസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ. സെല്ലുകളുടെ ഇടയിലൂടെയൊക്കെ പോകുന്നു. സെല്ലുകളായിട്ട് നേരിട്ട് ഇടപെടുന്നതൊക്കെ കാപ്പിലറീസ് ആണ്. സോ മിക്കവാറും ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് അതിനെക്കുറിച്ച് കാണാം. ഇനി ആർട്ടറിയും വെയിൻ തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, ആറാമത്തെ വ്യത്യാസമായിട്ട് പറയുകയാണെങ്കിൽ, ആർട്ടറീസ് ഇപ്പോൾ ബോഡിയുടെ ഇത് നമ്മുടെ സ്കിന്നാണെങ്കിൽ അടിയിലാണ്, വളരെ അടിയിലാണ് ഇരിക്കുക. പക്ഷേ വെയിൻസ് നമുക്ക് പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ ആണ്. കാരണം ഇത് പ്രഷർ അധികം ഇല്ലാത്തതുകൊണ്ട് ഇത് പൊട്ടിയാലും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സംഭവിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതാണെങ്കിൽ പ്രഷറാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ പൊട്ടിയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. സോ ഇത് വളരെ സുരക്ഷിതമായിട്ട് ഉള്ളിലായിരിക്കും വെച്ചിരിക്കുക. പക്ഷേ ഇത് നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മൾ വെയിനിലേക്കാണ് കുത്തിവെക്കുക, കാരണം ഇറ്റ് ഈസ് ഈസിലി ആക്സസിബിൾ ആണ്. ഇതൊരു വ്യത്യാസമാണ്. ആർട്ടറീസ് ആണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. സോ ആർട്ടീരിയൽ സിസ്റ്റത്തിൽ 2 തരം ബ്ലഡ് വെസലുകളുണ്ട്. ഒന്ന് ഇലാസ്റ്റിക് ആർട്ടറീസ് ആണ്, ഇലാസ്റ്റിക് ആർട്ടറീസ്. രണ്ടാമത്തത് മെസ്കുലാർ ആർട്ടറീസ്. സോ 2 തരം, ഇലാസ്റ്റിക് ആൻഡ് മെസ്കുലാർ. ഇലാസ്റ്റിക് ആർട്ടറീസിന്റെ വേറൊരു പേര് കൂടിയുണ്ട്, അതിനെ കണ്ടക്ടിങ് ആർട്ടറീസ് എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട്. കണ്ടക്ടിങ് ആർട്ടറി. ഉദാഹരണം അയോട്ടയും അതിന്റെ ബ്രാഞ്ചുകളെല്ലാം തന്നെ ഇലാസ്റ്റിക് ആർട്ടറീസ് ആണ്. മീഡിയം സൈസ് അതിനാണ് നമ്മൾ മെസ്കുലാർ ആർട്ടറി എന്ന് വിളിക്കുക. മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ആർട്ടറീസ് ആണ് മെസ്കുലാർ ആർട്ടറി. സോ ഇവിടെ വേറെ പേര് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആർട്ടറീസ് എന്നാണ്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ആർട്ടറീസ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. കാരണം ഇത് കണ്ടക്ടിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ശേഖരിച്ചിട്ട് ബാക്കിയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫീമോറൽ ആർട്ടറി ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓർ മെസ്കുലാർ ആർട്ടറിയാണ്. ഇനി ഇതിന്റെ ഏറ്റവും ചെറുത് ആർട്ടീരിയോൾസ് ആണ് നമ്മൾ പറഞ്ഞു. ആർട്ടീരിയോൾസിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു 100 മൈക്രോൺ ഇത്രയൊക്കെയുള്ള അതിന്റെ ഡയമീറ്റർ. സോ ഈ നമ്മുടെ രക്തസമ്മർദ്ദത്തിലെ പെരിഫറൽ വാസ്കുലാർ റെസിസ്റ്റൻസ് നമ്മളത് പിന്നീട് പഠിക്കും. സോ ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ആർട്ടീരിയോൾസ് ആണ്. അതായത് ആർട്ടീരിയോൾസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BP താഴും, ബ്ലഡ് പ്രഷർ താഴും. ഓക്കെ, വികസിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും. ഇനി മറ്റ് ആർട്ടീരിയോൾസ് ഒക്കെ ഉണ്ട്, അതിനെ നമ്മൾ മെറ്റാ ആർട്ടീരിയോൾസ് അല്ലെങ്കിൽ ടെർമിനൽ ഇങ്ങനെയൊക്കെയുള്ള ആർട്ടീരിയോൾസും കൂടി ഉണ്ട്, ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. വീനസ് സിസ്റ്റത്തിൽ ഏറ്റവും വലുത് വെയിൻസ് ആണ്. വെയിൻസ് ആർ ബിഗർ വൺ. ചെറുത് വെന്യൂൾസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വെന്യൂൾസ് തന്നെ പോസ്റ്റ് കാപ്പിലറി വെന്യൂൾസ് ഉണ്ട്. ആണ്. ഇപ്പൊ കാപ്പിലറി തീർന്നു, പിന്നെ തുടങ്ങുന്നത് പോസ്റ്റ് കാപ്പിലറി വെന്യൂൾസ് ആണ്, PCV. അതിന്റെ സൈസ് ഏകദേശം ഒരു 10 to 40 മൈക്രോൺസ് ആണ് സൈസ്. പിന്നെ ഉള്ളത് മെസ്കുലാർ വെന്യൂൾസ് ആണ്. എന്ന് പറയുന്ന വെന്യൂൾസ് ഉണ്ട്. അത് കുറച്ചും കൂടി ബിഗ് ആണ്, 40 to 100 മൈക്രോൺ സൈസ് ഉള്ളതാണ്. സോ അപ്പൊ ഇനി നമുക്ക് ബ്ലഡ് വെസൽസിന്റെ അനാറ്റമി അല്ലെങ്കിൽ ഹിസ്റ്റോളജിയിലേക്ക് നോക്കാം. നമ്മൾ പറയുന്നത് കാപ്പിലറിയുടെ കാര്യമല്ല, കാപ്പിലറി അല്ലാത്ത മറ്റ് ബ്ലഡ് വെസൽസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ പറയാം. കാപ്പിലറി നമ്മൾ വേറെ സെപ്പറേറ്റ് പറയാം. സോ എല്ലാത്തിനും ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് 3 ലെയേഴ്സ് ഉണ്ട്, 3 ലെയേഴ്സ്. സോ ട്യൂബ് ആയതുകൊണ്ട് നമ്മൾ അതിനെ കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ് ആണ്. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കോൺസെൻട്രിക്കലി ആണ് അറേഞ്ച്. സോ ഇതിന് നമ്മൾ വിളിക്കുക ട്യൂണിക്സ് എന്നാണ്. സോ ടെക്നിക്കൽ പേര് ട്യൂണിക്സ് എന്നാണ്. സോ ഇതൊരു ബ്ലഡ് വെസൽ ആണെങ്കിൽ അതിന്റെ ഏറ്റവും അകമയുള്ള ലെയർ, ഈ ലെയറിനെ നമ്മൾ ട്യൂണിക്ക ഇന്റിമ എന്നാണ് വിളിക്കുക. ഇന്റിമേറ്റ് ടു ദ ബ്ലഡ് ഇതിനകത്ത് കൂടിയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സോ ഇന്റിമേറ്റ് ടു ദ ബ്ലഡ് ആണ് ട്യൂണിക്ക ഇന്റിമ. അതിന് മുകളിൽ ഉള്ളത് അല്ലെങ്കിൽ നടുവിലുള്ള ലെയർ, ഈ മൊത്തം ലെയറിനെ നമ്മൾ വിളിക്കുക ട്യൂണിക്ക മീഡിയ എന്നാണ്. നടുവിലുള്ളത് മീഡിയൽ ആണ്, നടുവിലുള്ളതാണ്. ഇനി ഏറ്റവും പുറമേയുള്ള ഈ ലെയറിനെ നമ്മൾ വിളിക്കുക ട്യൂണിക്ക അഡ്വെന്റീഷ്യ. സോ 3 layers, tunica intima, media and adventitia. ഇനി നമുക്ക് ഓരോ ട്യൂണിക്കും വിശദമായിട്ട് നോക്കാം. നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ട്യൂണിക്ക ഇന്റിമ. സോ ആദ്യത്തെ ലെയർ ട്യൂണിക്ക ഇന്റിമ ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെയർ ആണ് ഈ ട്യൂണിക്ക ഇന്റിമ എന്ന് പറയുന്ന ലെയർ. ട്യൂണിക്ക ഇന്റിമയിൽ രക്തമായിട്ട് ഇവിടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകാണ്. രക്തമായിട്ട് നേരെ ബന്ധമുള്ള സെൽ, ഈ സെല്ലുകളെയാണ് നമ്മൾ എൻഡോത്തീലിയൽ സെൽസ് എന്ന് വിളിക്കുക. എൻഡോത്തീലിയൽ സെൽസ്. സോ ദീസ് ആർ എപ്പിത്തീലിയൽ സെൽസ് തന്നെയാണ്. എപ്പിത്തീലിയൽ സെൽസിന്റെ അടിയിൽ ഒരു ബേസൽ ലാമിന ഉണ്ടെങ്കിൽ ഇവിടെ ഈ പച്ച കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ബേസൽ ലാമിനയാണ്. സോ ദർ ഇസ് എ ബേസ് ലാമിന. അതിന്റെ പുറത്ത് എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. ഇതിന്റെ തൊട്ടടിയിലുള്ളത് ദിസ്
ദിസ് ഏരിയ ഈസ് കോൾഡ് ആസ് സബ് എൻഡോത്തീലിയൽ. എൻഡോത്തീലിയലിന്റെ അടിയിലാണ്ട് സബ് എൻഡോത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോ അവിടെ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഒരുപാട്. ഇത് അവസാനിക്കുന്നത് ഈ മഞ്ഞ കളറിൽ കാണുന്ന ഇത് അവസാനിക്കുന്നതിനെ ഇന്റേണൽ, അകത്തുള്ളത് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന എന്നാണ് വിളിക്കുക. ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന എന്ന് വിളിക്കുക. സോ ഇത് മൂന്നും ചേരുന്നതാണ് നമ്മുടെ ട്യൂണിക്ക ഇന്റിമ. ഇനി എൻഡോത്തീലിയൽ സെൽസിന് വൈഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻ ഉണ്ടോ. ഈ സെൽസിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. രക്തം കട്ട പിടിക്കാനും കട്ട പിടിക്കാതിരിക്കാനും ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ പ്രോസസ് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായ സെല്ലുകളാണ് ഈ എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ് എൻഡോത്തീലിയൽ സെൽസിനെ കുറിച്ച്. ഒരുപാട് സെക്രീഷൻസ് ഉണ്ട്. ഇനി ഈ സബ് എൻഡോത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂവിൽ ധാരാളം കൊളാജിൻ ഫൈബേഴ്സ് ആണ്. സോ കൊളാജിൻ ഫൈബേഴ്സ് ധാരാളമായിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട. അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഓരോ രക്തക്കുഴലിലും ഇത് ഏതൊക്കെയാണ് കൂടുതൽ കുറവ് എന്ന് പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് ആർട്ടറീസ്, അയോട്ടയാണ് നമ്മൾ പറഞ്ഞ ഒരു ഇലാസ്റ്റിക് ആർട്ടറി, ഏറ്റവും വലിയ ആർട്ടറി ആണെന്ന് പറഞ്ഞു. സോ ഇതിൽ ഈ കൊളാജിൻ ഫൈബേഴ്സ് കൂടുതലാണ്. സോ ഇൻ ഇലാസ്റ്റിക് ആർട്ടറീസ് ഈസ് ഹൈ, കൂടുതലാണ്. മസ്കുലാർ ആർട്ടറീസിലോ, മസ്കുലാർ ആർട്ടറീസിൽ ഇത് കുറവാണ്, അത് കുറവാണ്. ഇനി വലിയ ഇലാസ്റ്റിക് ആർട്ടറീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിനെ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ ഇൻ മസ്കുലാർ ആർട്ടറീസ് ഇത് പ്രോമിനന്റ് ആണ്. മസ്കുലാർ ആർട്ടറീസിൽ ഇത് വളരെ വെൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ട് ഈ മഞ്ഞ ലെയർ നമുക്ക് കാണാനായിട്ട് പറ്റും. ആർട്ടീരിയോൾസിലോ വെയിൻസിലും ഒന്നും ഇത് നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇത് പ്രധാനമായിട്ടും കാണുന്നത് മസ്കുലാർ ആർട്ടറീസിലാണ്. ആൻഡ് ട്യൂണിക്ക ഇന്റിമ ഏറ്റവും വലുത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ആർട്ടറീസിലാണ്. അതാണ് ഏറ്റവും വലിയ ആർട്ടറി. അതുകൊണ്ട് ഇലാസ്റ്റിക് ആർട്ടറീസിലാണ് ഏറ്റവും വലിയ തിക്കസ്റ്റ് ട്യൂണിക്ക ഇന്റിമ കാണുന്നത്. ഇനി നമുക്ക് മിഡിൽ ലെയർ പറയാം. ഇവിടെ നിന്ന് ഇവിടം വരെ മിഡിൽ ലെയർ. ഈ മിഡിൽ ലെയറിന്റെ പേര് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ട്യൂണിക്ക മീഡിയ എന്നാണ് ഇതിന്റെ പേര്. സോ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം കാണാം. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ സ്മൂത്ത് മസിൽസ് ആണ്. സ്മൂത്ത് മസിൽസ് ധാരാളമായിട്ട് കാണാം. ദെൻ പിന്നെ നമുക്ക് കാണാവുന്ന കുറെ കൊളാജിൻ ഫൈബേഴ്സ് കാണാം, റെറ്റിക്കുലാർ ഫൈബേഴ്സ് കാണാം. അതിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ്. സോ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് ഇവിടെ കൂടുതൽ. ഇവിടെ കൊളാജിൻ ആയിരുന്നു, പക്ഷെ ഇവിടെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് കൂടുതൽ. ആൻഡ് ഇത് തുടങ്ങുന്നത് ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിനയുടെ അടിയിൽ നിന്നാണ്, അവസാനിക്കുന്നത് എക്സ്റ്റേണൽ ഇലാസ്റ്റിക് ലാമിന. അതിൽ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിനയാണ് പ്രോമിനന്റ്. ഇത് അത്ര ഭയങ്കര പ്രോമിനന്റ് അല്ല. ആൻഡ് ഈ ലെയറാണ് ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ആർട്ടറിയിൽ ഈ ലെയർ തിക്കാണ്, ഭയങ്കര വണ്ണമാണ് ആർട്ടറി. ബിക്കോസ് ഓഫ് ദിസ് സ്മൂത്ത് മസിൽസ്, ഒരുപാട് സ്മൂത്ത് മസിലും ഒരുപാട് ഇലാസ്റ്റിക് ഫൈബേഴ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആർട്ടറിക്ക് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ആർട്ടറീസിൽ പ്രഷർ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ സ്മൂത്ത് മസിലിന്റെ ഒരു പ്രത്യേകത, ഇതിന് ഡയലേറ്റ് ചെയ്യാനും പറ്റും, ചുരുങ്ങാനും, കൺട്രാക്ട് ചെയ്യാനും ഡയലേറ്റ് ചെയ്യാനും പറ്റും, ചുരുങ്ങാനും വികസിക്കാനും പറ്റും. ഇതുമൂലം ആർട്ടറീസിനെ ഇങ്ങനെ ചുരുങ്ങാനും പറ്റും, വികസിക്കാനും പറ്റും. ആൻഡ് ദിസ് ലാർജർ ഇലാസ്റ്റിക് ആർട്ടറീസ്, വലിയ പയോട്ട പോലുള്ളവയിൽ ഇവിടെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മറ്റേ സ്മൂത്ത് മസ്കുലാർ ആർട്ടറീസിലാണെങ്കിൽ നമുക്ക് ഈ സ്മൂത്ത് മസിൽ ആയിരിക്കും കൂടുതൽ. സോ സ്മൂത്ത് മസിൽ ഏകദേശം 40 ലെയർ, ഇതിങ്ങനെ കൂട്ടുകയാണെങ്കിൽ 40 ലെയറോളം സ്മൂത്ത് മസിൽ നമുക്ക് മസ്കുലാർ ആർട്ടറീസ്, സെക്കൻഡ് മസ്കുലാർ ആർട്ടറീസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ആർട്ടീരിയോൾസ് ആൻഡ് വെന്യൂൾസിലൊക്കെ 1-2 സ്മൂത്ത് മസിൽ, ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഇത് ആർട്ടീരിയോൾസ് വെന്യൂൾസ് ആണ്, 2-1 ഒക്കെ കാണത്തുള്ളൂ. വെയിൻസിലാണെങ്കിൽ കൊളാജിൻ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് വളരെ കൂടുതലാണ്. കൊളാജിൻ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് കൂടുതലാണ്, സ്മൂത്ത് മസിൽസ് കുറവാണ്. അതുകൊണ്ടാണ് തിൻ ആയിട്ട് ഇരിക്കുക. സോ മസ്കുലാർ ആർട്ടറീസിൽ നമുക്ക് കാണാൻ പറ്റുക ഒന്ന്, ഇത് പ്രോമിനന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ മസ്കുലാർ ആർട്ടറീസിൽ ഇതും പ്രോമിനന്റ്. ഓക്കെ, സോ ഇൻ മസ്കുലാർ ആർട്ടറീസ് ബോത്ത് ഇന്റേണൽ ആൻഡ് ഇലാസ്റ്റിക് ലാമിന ആർ പ്രോമിനന്റ്. ഓക്കെ, മറ്റ് വെയിൻസ് ആർട്ടീരിയോൾസിലൊക്കെ എക്സ്റ്റേണൽ ഇലാസ്റ്റിക് ലാമിന ഈ സാധനം കാണാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഫൈനൽ ലെയർ ട്യൂണിക്ക അഡ്വന്റീഷ്യ. ഇതാണ് ട്യൂണിക്ക അഡ്വന്റീഷ്യ. ഇവിടെ നിന്ന് എക്സ്റ്റേണൽ ഇലാസ്റ്റിക് ലാമിന തൊട്ട് ഇപ്പുറത്തേക്കുള്ളതാണ്. സോ ഈ ലെയർ മിക്കവാറും മറ്റ് ഓർഗനുമായിട്ട് ഫ്യൂസ്ഡ് ആയിരിക്കും. മിക്കവാറും ഫ്യൂസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുക. ധാരാളം കൊളാജിൻ ഫൈബേഴ്സ് ഉണ്ടാവും. കൊളാജിൻ ഫൈബേഴ്സ് കൂടുതലാണ്, പക്ഷെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് കുറവായിരിക്കും. ഇവിടെ വലിയ ആർട്ടറി എടുത്തു കഴിഞ്ഞാൽ ഈ ട്യൂണിക്ക അഡ്വന്റീഷ്യയിൽ തന്നെ നമുക്ക് വീണ്ടും ബ്ലഡ് വെസൽ കാണാം. വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് വെസൽ ആണ്. ആ ബ്ലഡ് വെസലിൽ തന്നെ വീണ്ടും ബ്ലഡ് വെസൽ കാണാം. അതിനെ നമ്മൾ വാസോറം എന്നാണ് വിളിക്കുക. വലിയ ആർട്ടറിയിലൊക്കെയാണ് ഇതുള്ളത്. രക്തക്കുഴലുകളിൽ തന്നെ രക്തക്കുഴലുകൾ കാണാം. ഈ ട്യൂണിക് അഡ്വന്റീഷ്യ മസ്കുലാർ ആർട്ടറിയിൽ ഭയങ്കര തിക്കാണ് ട്യൂണിക് അഡ്വന്റീഷ്യ. ദെൻ വെയിൻസിലും ഈ ട്യൂണിക് അഡ്വന്റീഷ്യ തിക്കാണ്. സോ വെയിൻസിൽ ഈ ലെയർ തിന്നാണ്, മസിൽസ് കുറവായുണ്ട്. ഈ ലെയർ തിന്നും ഈ ലെയർ തിക്കുമാണ് വെയിൻസിനകത്ത്. വെയിൻസ് ഓർത്ത് നോക്കിയാൽ ഈ വെയിൻസിൽ ഇവിടെ നമുക്ക് വെയിൻസിൽ മാത്രം കുറച്ച് സ്മൂത്ത് മസിൽസ് കാണാൻ പറ്റും. സ്മൂത്ത് മസിൽസ് ഉദാഹരണം സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം പിടിക്കുമ്പോൾ ആ സ്മൂത്ത് മസിൽസിനെ വികസിക്കാനും ഡയലേറ്റ് ചെയ്യാനും ചുരുങ്ങാനും ഒക്കെ പറ്റും. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെയിൻസിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് ഓർഗൻ ഒന്നുമില്ല. സോ ഇതിന്റെ വികാസവും കൺട്രാക്ഷനൊക്കെയാണ് വെയിൻസിനെ പമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുക.
ഇനി നമുക്ക് കാപ്പിലറീസ് നോക്കാം. കാപ്പിലറീസ് ആണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ സൈസ് എന്ന് പറഞ്ഞാൽ 8 മൈക്രോൺസ് ആണ്. 8 മൈക്രോൺസ് അത്ര ഉള്ള ഒരു RBC 7.27 ഒക്കെയാണ്. സോ ജസ്റ്റ് ഒരു RBCക്ക് കടന്നു പോകാൻ പറ്റുന്ന സൈസ് മാത്രമുള്ളതാണ് കാപ്പിലറീസ് എന്ന് പറയാം. കാപ്പിലറീസ് കാണപ്പെടുന്നത് ഇതാണ്. കാപ്പിലറീസ് ഞാൻ വരച്ചിരിക്കുന്നത് ഇത് കാപ്പിലറീസ്, ഈ പച്ച കളറിലുള്ളത് കാപ്പിലറീസ്. ഇത് പ്ലക്സസ് ആയിട്ടാണ് കാണപ്പെടുക. എന്ന് വെച്ചാൽ തമ്മിൽ കൂടിച്ചേർന്ന് ഒരു വലിയ നെറ്റ്വർക്ക് ആയിട്ടാണ്. സോ ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് ഏറ്റവും ചെറിയ ആർട്ടീരിയോൾസ്, ടെർമിനൽ ആർട്ടീരിയോൾസോ അങ്ങനെയൊക്കെയുള്ള ആർട്ടീരിയോൾസ് ആണ്. ഈ ഭാഗത്ത് ഏറ്റവും ചെറിയ വെന്യൂൾസ്. സോ ഇതിനെ നമ്മൾ പോസ്റ്റ് കാപ്പിലറി വെന്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതിനിടയിൽ കിടക്കുന്ന ഭാഗമാണ് ഈ കാപ്പിലറീസ് എന്ന് പറയാം. സോ ഇവിടെയാണ് ഇവിടെ സെല്ലുകളുണ്ട്. ഈ സെല്ലുകളിലൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കലും എടുക്കലും ഇങ്ങനെയൊക്കെയുള്ള ഹാൻഡിങ് ഓവർ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, കാപ്പിലറീസിലാണ്. സോ ഹൈലി മെറ്റബോളിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂ, ഒരു സെൽ അല്ലെങ്കിൽ ഒരു ഓർഗൻ, അവിടെ ധാരാളം കാപ്പിലറി നെറ്റ്വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കാപ്പിലറീസിന് ഇവിടെ ഒരൊറ്റ സിംഗിൾ ലെയർ, ഇതാണ് എൻ്റെ ഒരു പടം, ഒറ്റ സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ. ഇതൊരു എൻഡോത്തീലിയൽ സെൽസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. എൻഡോത്തീലിയൽ സെൽസ് ആണ്, അതിന്റെ ന്യൂക്ലിയസ് ആണ്, ഒറ്റ ഒരു സിംഗിൾ ലെയർ. അതിന്റെ അടിയിൽ ബേസൽ ലാമിനയും കൂടി കാണും. അത്രേ ഉള്ളൂ. ദർ ഈസ് നോ ട്യൂണിക്ക മീഡിയ അഡ്വന്റീഷ്യ ഒന്നുമില്ല. ട്യൂണിക്ക ഇന്റിമയുടെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കാപ്പിലറീസ്. ഈ ബേസൽ ലാമിനയുടെ പുറത്ത് ചിലപ്പോൾ ചില കൺട്രാക്ടൈൽ സെൽസ് ഉണ്ടാവും. കൺട്രാക്ടൈൽ സെൽസിനെ നമ്മൾ പെരിസൈഡ്സ് എന്നാണ് വിളിക്കുക. പെരിസൈഡ്സ് ഇവയ്ക്ക് ചുരുങ്ങണമെങ്കിലൊക്കെ കൺട്രാക്ടൈൽ സെൽസിന്റെ ആവശ്യം വരും. ഈ കാപ്പിലറീസ് 3 തരമുണ്ട്. വൺ ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഇല്ല. ഉദാഹരണത്തിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒക്കെ ആണെങ്കിൽ ബ്ലഡിലെ കാപ്പിലറീസിന് ഇവിടെ ഗ്യാപ്പ് ഇല്ല, ഒന്നിനെയും കടത്തിവിടത്തില്ല. അതാണ് ഒരെണ്ണം. സോ കണ്ടിന്യൂസ് ടൈപ്പ്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഫെനിസ്ട്രേറ്റഡ് ആണ്. ഫെനിസ്ട്രേറ്റഡ് എന്ന് വെച്ചാൽ ഇതിവിടെ ഒന്ന് അവസാനിക്കുന്നു, ഇതിവിടെ ഒന്ന് അവസാനിക്കുന്നു, ഇതിനിടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഉദാഹരണം ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ നമുക്ക് ലീക്കി ആയിട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകണം അല്ലെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫെനിസ്ട്രേറ്റഡ് ടൈപ്പ് ഓഫ് കാപ്പിലറീസ് ആണ് വേണ്ടത്. മൂന്നാമത്തത് സൈനുസോയിഡിലാണ്. വലിയതാണ്. ഓക്കെ, വലിയ സൈനുസോയിഡ്സ് ആണ്. സോ അത് കാണുന്നത് ബോൺസിന്റെ അകത്തൊക്കെയാണ് സൈനുസോയിഡൽ ടൈപ്പ് കാണും. സോ ഇതാണ് നമുക്ക് ബ്ലഡ് വെസൽസിന്റെ അനാറ്റമിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ അപ്പൊ നമുക്ക് ഇനി ഹൃദയത്തിലേക്ക് തിരിച്ചു വരാം അടുത്ത വീഡിയോയിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.